BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. ഗ്യാസ് ട്രബിൾ പലരിലും പല ലക്ഷണങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇത് ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വയർ വീർത്തതുപോലെ തോന്നുക, നെഞ്ചരിച്ചിൽ, പുകച്ചിൽ, ഏമ്പക്കം, ശ്വാസതടസ്സം, നെഞ്ചുവേദന, പുറം വേദന എന്നിവ അനുഭവപ്പെടാം. പ്രധാനമായും ഭക്ഷണ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. കുറവില്ലെങ്കിലേ മരുന്നിനെ കുറിച്ച് ആലോചിക്കാവൂ. നാം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം 1/3 മാത്രം കഴിക്കുക. അമിതമാകുമ്പോൾ അത് ഗ്യാസ് ട്രബിളായി രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഊണ് കഴിച്ച ഉടനെ ധാരാളം വെള്ളം കുടിക്കാതിരിക്കുക എന്നത് ഗ്യാസ് ട്രബിൾ വരാതിരിക്കാനുള്ള മറ്റൊരു പോംവഴിയാണ്. ചോറിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ ഏകദേശം 1/4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയ ഇടവേള ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത് എന്നർത്ഥം. രാത്രിയിൽ കിടക്കുന്നതിന്റെ 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ഇരുത്തവും കിടത്തവും ഒഴിവാക്കുക. അല്പസമയം നടക്കുന്നത് നല്ലതാണ്. എരിവും പുളിയും പാകത്തിനു മാത്രമാക്കുക. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ഒരു തത്വം നാം സ്വീകരിച്ചാൽ ഗ്യാസ് ട്രബിൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. സമയത്തുറങ്ങുക, നേരത്തെ ഉണരുക, രാവിലെ എഴുന്നേറ്റാൽ 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. ഇത് നിത്യ ശോധനയും ഉണ്ടാക്കും. പൊരിച്ചതും കരിച്ചതും അമിതമാകരുത്. മത്സ്യമാണെങ്കിൽ 1 കഷ്ണം, മാംസം അല്പം മാത്രം എന്ന രീതി സ്വീകരിക്കുക. വിശക്കുമ്പോൾ പിന്നെയും കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. മദ്യപാനവും പുകവലിയും ഗ്യാസ് ട്രബിളിന് ഒന്നാമത്തെ കാരണമാണ്. ഗ്യാസ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചില പൊടിമരുന്നുകൾ കൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാം. ജീരകമിട്ട് തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കുക. ഇത് ഗ്യാസ് ട്രബിളിനെ ഇല്ലാതാക്കാൻ കാരണമായേക്കാം. അതുപോലെ ആഹാരത്തിൽ ധാരാളമായി മോര്, ഉലുവ എന്നിവ ഉൾപ്പെടുത്തുക. വെളുത്തുള്ളിയും കരിഞ്ജീരകവും ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഗ്യാസ് ട്രബിളിന് പരിഹാരമാകും. തേൻ ചേർത്ത ചുടുവെള്ളവും നല്ലതാണ്.